ഹലോ ഓൾ, നമ്മളിന്ന് നോക്കുന്നത് ചലനവും ചലന നിയമങ്ങളുമാണ്. ആദ്യമായി തന്നെ എന്താണ് ബലം? വസ്തുക്കളുടെ ചലനം ആരംഭിക്കുക, നിർത്തുക, ചലനത്തിൻ്റെ ദിശയോ വേഗതയോ മാറ്റം വരുത്തുക, വസ്തുക്കളുടെ രൂപത്തിന് മാറ്റം വരുത്തുക എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് ബലം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണ് ചലനം? അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? മറ്റു വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ ദൂരത്തിന് തുടർച്ചയായുള്ള വ്യത്യാസം വരുമ്പോൾ നമുക്ക് പറയാം വസ്തു ചലനത്തിലാണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് എന്താണ് സന്തുലിത ബലം എന്നാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങളെന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. എന്താണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം അല്ലെങ്കിൽ ആകെ ബലം 0 ആ ബലത്തെ നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ബലത്തിന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനോ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ കഴിയില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സന്ദർഭം നോക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ഒരേ വശത്ത് നിന്ന് കുട്ടികൾ ഒരു ദിശയിലേക്ക് മേശ തള്ളുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ 2 കുട്ടികൾ എതിർ ദിശയിൽ നിന്ന് തുല്യ ഭാരം ഉപയോഗിച്ച് മേശ തള്ളുന്നു. അപ്പോൾ 2 ഭാഗത്തെയും ആകെ ബലം നമുക്ക് കണക്കാക്കണം. അപ്പോൾ ബലം സദിശമാണ്. വിപരീത ദിശയിൽ ഉള്ള ബലം നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത ദിശയിലേക്കുള്ള ബലത്തിനെ നമ്മൾ പോസിറ്റീവായും എതിർ ദിശയിലുള്ള ബലത്തിനെ നമ്മൾ നെഗറ്റീവായും പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ സന്ദർഭത്തിൽ ബലം നോക്കുമ്പം അവിടെ ആകെ അനുഭവപ്പെട്ട ബലം 100 ന്യൂട്ടനാണ്. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിലേക്ക് വരികയാണ്. അവിടെ 50 ന്യൂട്ടൺ മൈനസ് 50 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. കാരണം എന്താ, 2 കുട്ടികളും എതിർ ദിശയിൽ നിന്നാണ് ബലം കൊടുക്കുന്നത്. അപ്പോൾ ആകെ ബലം 0 ആ ഒരു സന്ദർഭത്തിൽ മേശയ്ക്ക് ചലനം സംഭവിക്കുന്നുണ്ടോ? ചലനം സംഭവിക്കുന്നില്ല. ആ ബലത്തെ നമുക്ക് അന്നേരം എന്തെന്ന് പറയാം? സന്തുലിത ബലമെന്ന് പറയാം. ഇതാണ് സന്തുലിത ബലമെന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 എങ്കിൽ ആ ബലത്തെ നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നു. സന്തുലിത ബലങ്ങൾക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലെത്തിക്കാനോ കഴിയില്ല. ഇനി എന്താണ് അസന്തുലിത ബാഹ്യബലവും ചലനവും? ഇതിനായിട്ട് ഇവിടെ ഒരു സന്ദർഭം തന്നിട്ടുണ്ട്. ഒരു മേശയുടെ 2 അറ്റങ്ങളിൽ ഓരോ കപ്പി ഘടിപ്പിക്കുക. ഒരു മരക്കട്ടയുടെ 2 അഗ്രത്തെയും കെട്ടിയ ചരടുകൾ കപ്പികളിലൂടെ കടത്തി അവയുടെ അഗ്രങ്ങളിൽ സമാനമായ തട്ടുകൾ തൂക്കിയിടുക. ഇപ്പോൾ നമ്മൾ സമാനമായ തട്ടുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. 2 200 ഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ മരക്കട്ടയ്ക്ക് ചലനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാര്യം എന്താണ്? അവിടെ സന്തുലിത ബലമാണ് അനുഭവപ്പെട്ടത്. അവിടെ നമുക്ക് സന്തുലിത ബലം അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ആകെ ബലം. ആ ഒരു സമയത്ത് മരക്കട്ടയ്ക്ക് ചലനം സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു തട്ടിൽ ഭാരം വർദ്ധിപ്പിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? മരക്കട്ട ചലിച്ചു തുടങ്ങുന്നു. ഏത് ഭാഗത്തേക്കായിരിക്കും ചലിക്കുന്നത്? ഭാരം കൂടിയ ഭാഗത്തേക്കായിരിക്കും ചലിക്കുന്നത്. ഇനി നമ്മൾ ക്രമേണ അതിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മരക്കട്ടയുടെ ചലനവും കൂടും. ഇനി നമുക്ക് അതിൻ്റെ ചലന ദിശയൊന്ന് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ഭാരമുള്ള തട്ടിലേക്ക് നമ്മൾ കൂടുതൽ ഭാരം വർദ്ധിപ്പിക്കുക. അപ്പോഴത്തേക്കും മരക്കട്ട ആ ഒരു ദിശയിലേക്ക് ചലിച്ചു തുടങ്ങും. അതായത് തട്ടുകളിൽ തുല്യ ഭാരം വയ്ക്കുമ്പോൾ മരക്കട്ടയിൽ അനുഭവപ്പെടുന്നത് സന്തുലിത ബലമാണ്. അത്തരം അവസ്ഥയിൽ മരക്കട്ടയ്ക്ക് ചലനം ഉണ്ടാകുന്നില്ല. മരക്കട്ടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തട്ടിലെ ഭാരം വർദ്ധിപ്പിക്കുമ്പോൾ മരക്കട്ടയിൽ അസന്തുലിത ബലം അനുഭവപ്പെടുകയും തന്മൂലം മരക്കട്ട ചലിക്കുകയും ചെയ്യുന്നു. ക്രമേണ തട്ടിലെ ഭാരം വർദ്ധിപ്പിച്ചാൽ കട്ടയുടെ ചലനം കൂടുന്നു. ഭാരം കൂടിയ ദിശയിലേക്കായിരിക്കും മരക്കട്ടയുടെ ചലനം. കുറഞ്ഞ ഭാരമുള്ള തട്ടിൽ ഭാരം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിലൂടെ മരക്കട്ടയുടെ ചലന ദിശയ്ക്ക് മാറ്റവും ഉണ്ടാകുന്നു. ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലന ദിശയ്ക്കോ വേഗതയ്ക്കോ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ചലന വേഗതയോ ദിശയ്ക്കോ മാറ്റം വരികയും ചെയ്യും. എപ്പോൾ? നമ്മളൊരു അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ. ഇനി മറ്റൊരു സന്ദർഭം നോക്കൂ. ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? അത് ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നില്ല. എന്നാൽ ഇതേ വാഹനത്തെ പുറത്തു നിന്ന് തള്ളിയാൽ അത് ചലിക്കുകയും ചെയ്യും. ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ആദ്യ സമയത്ത്, അതായത് ആ വ്യക്തി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം അദ്ദേഹം കൊടുത്തത് എന്ത് ബലമാണ്? ഒരു ആന്തരിക ബലമാണ്. അങ്ങനെയുള്ള ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഒരു വസ്തു ചലിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടുന്നത്? അസന്തുലിതമായ ഒരു ബാഹ്യബലമാണ് കൊടുക്കേണ്ടുന്നത്. എന്ത് കൊടുക്കണം? അസന്തുലിതമായൊരു ബാഹ്യബലം കൊടുക്കുമ്പോഴാണ്
ആ വാഹനം ചലിക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗലീലിയോയുടെ നിരീക്ഷണങ്ങളാണ്. മിനുസമുള്ള രണ്ട് പ്രതലങ്ങളെ ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ ചരിവ് വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് എ എന്ന പ്രതലത്തിലൂടെ ഒരു ബോൾ ഉരുട്ടിവിടുക. ബോൾ താഴെ എത്തുമ്പോൾ ഒരു നിശ്ചിത വേഗം കൈവരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന രണ്ട് പ്രതലങ്ങൾ എടുക്കുകയാണ് മിനുസമുള്ള. അതിൽ എ എന്ന് പറയുന്ന പ്രതലത്തിലൂടെ നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ടു. ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ അതിനൊരു വേഗത കൈവരിക്കും. ശേഷം അത് എന്ത് ചെയ്യുന്നു? ബി എന്ന പ്രതലത്തിലൂടെ പതിയെ ഉരുണ്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു നിശ്ചിത വേഗം കൈവരിച്ച് കഴിയുമ്പം എന്ത് ചെയ്യുന്നു? ആ ബോൾ ബി എന്ന പ്രതലത്തിലൂടെ പതിയെ ഉരുണ്ട് കയറുന്നു. ഈ പ്രതലത്തിൻ്റെ ചരിവ് കുറച്ചാൽ ബോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കാണാം. അതായത് ഈ പ്രതലത്തിൻ്റെ ചരിവ് നമ്മൾ കുറച്ചും കൂടെ അങ്ങ് കുറച്ചു. ചരിവ് കുറച്ചപ്പോൾ എന്ത് ചെയ്തു? ബോൾ കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ചു. ഈ ചരിവ് നമ്മൾ എന്താക്കി? സമാന്തരമാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ സഞ്ചരിച്ചതിനേക്കാൾ ദൂരം ബോളിന് സഞ്ചരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് നമുക്ക് ഗലീലിയോയുടെ നിരീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഇതാണ് ഗലീലിയോയുടെ നിരീക്ഷണം. ഇദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണമാണ് പ്രഗത്ഭനായ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിലേക്ക് വഴിതിരിച്ചത്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് എന്താണ്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ബലങ്ങൾ പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തന്നെ തുടരും. ഈ നിയമങ്ങളാണ് ഒന്നാം ചലന നിയമത്തിൽ എത്തിച്ചത്. അപ്പം ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസന്തുലിത ബാഹ്യബലം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാഹ്യബലം, അസന്തുലിതമായൊരു ബാഹ്യബലം നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യുന്നു? ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, നിശ്ചലാവസ്ഥയിലിരിക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നിയമനമാണ് ന്യൂട്ടനെ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചലന നിയമത്തിൽ എത്തിച്ചത്. എന്താണ് ഒന്നാം ചലന നിയമം? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. ഇതാണ് ഒന്നാം ചലന നിയമം. അപ്പോൾ മേൽ പറഞ്ഞതുപോലെ എന്ത് തന്നെയാണ്? ഇപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുകയാണ് അല്ലെങ്കിൽ ചലനാവസ്ഥയിലിരിക്കുകയാണ്. നമ്മൾ അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ആ അവസ്ഥ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. സ്ഥിരാവസ്ഥയും ചലനാവസ്ഥയും സംബന്ധിച്ച് വസ്തുക്കളുടെ ചില പൊതുവായ പ്രവണതകൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥിരാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ചലനാവസ്ഥ എന്താണ്, ആ സമയത്ത് അവയുടെ പ്രത്യേകതകളൊക്കെ എന്താണെന്ന് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം വഴി വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സന്ദർഭം നോക്കാം. ഇപ്പോൾ ചിത്രം 3.9 എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ വെള്ളം നിറച്ച ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിനെ നമ്മൾ പരുപരുത്തതും കട്ടിയുള്ളതുമായൊരു പേപ്പറിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ശേഷം പേപ്പറിനെ ഒരു വശത്തേക്ക് വേഗത്തിൽ വലിച്ചപ്പോൾ ബോട്ടിൽ പേപ്പർ ചലിക്കുന്നതിന് എതിർ ദിശയിൽ ചലിക്കുന്നത് കാണാം. അപ്പം നമുക്കതിനകത്ത് കാണാൻ പറ്റും എന്താ? പേപ്പർ പെട്ടെന്ന് വലിച്ചെടുത്തപ്പം ആ ബോട്ടിൽ എന്ത് ചെയ്തു? ആ പേപ്പർ ചലിക്കുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ പേപ്പർ വലിക്കുന്നതിന് മുന്നേ ബോട്ടിൽ ഏതവസ്ഥയിലായിരുന്നു? നിശ്ചലാവസ്ഥയിലായിരുന്നു. എന്നാൽ പേപ്പർ വലിക്കുമ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അതേ നിശ്ചലാവസ്ഥ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. അപ്പോൾ പേപ്പർ പെട്ടെന്ന് വലിച്ചപ്പോൾ എന്താ ചെയ്തത്? ബോട്ടിലിൻ്റെ മുകൾ ഭാഗം അതേ നിശ്ചലാവസ്ഥ കാണിക്കാനുള്ള പ്രവണത കാണിച്ചു. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗം ചലനാവസ്ഥയിലാക്കാൻ കാരണം ആരാണ്? ഘർഷണ ബലമാണ്. അതുമൂലമാണ് ബോട്ടിൽ ചലിച്ചത്. എന്നാൽ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നിശ്ചലാവസ്ഥ തുടരാനുള്ള പ്രവണതയും കാണിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പരുപരുത്ത പേപ്പറാണ് എടുത്തത്. പകരം നമ്മളൊരു മിനുസമുള്ള പേപ്പർ എടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ബോട്ടിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മേൽ പറഞ്ഞ ആ നിശ്ചലാവസ്ഥ തന്നെ തുടരാനുള്ള ഒരു പ്രവണതയെ നമുക്ക് നിശ്ചല ജഡത്വം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് നിശ്ചല ജഡത്വം? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുകയാണ്, അപ്പം ആ നിശ്ചലാവസ്ഥ തന്നെ തുടരുകയാണ് അല്ലെങ്കിൽ അതേ പ്രവണത തന്നെ കാണിക്കുകയാണ്, അതിന് മാറ്റം വരുത്താൻ കഴിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് നിശ്ചല ജഡത്വം എന്ന് പറയാം. ഇത് നമ്മൾ പറഞ്ഞത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളുടെ കാര്യമാണ്.
ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ ഇത്തരം പ്രവണതകളുണ്ട്. അതായത് പരുപരുത്തതും കട്ടിയുള്ളതുമായ ഒരു പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നിറച്ച അതേ ബോട്ടിൽ തന്നെ കൊണ്ടുവച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, പതിയെ പേപ്പർ വലിച്ച് അതിനെ ചലനാവസ്ഥയിലെത്തിക്കുന്നു, ബോട്ടിലിനെ ചലനാവസ്ഥയിലെത്തിക്കുന്നു. ഒരു നിശ്ചിത വേഗം എത്തിക്കഴിയുമ്പോൾ പേപ്പർ വലിക്കുന്നത് നിർത്തുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബോട്ടിൽ പേപ്പർ ചലിച്ച അതേ ദിശയിലേക്ക് ചലിക്കുന്നതായി അല്ലെങ്കിൽ വീഴുന്നതായി കാണാം. അപ്പോൾ പേപ്പർ വലിക്കുന്നത് നിർത്തുന്നതിന് മുന്നേ ബോട്ടിൽ ഏതവസ്ഥയിലായിരുന്നു? ചലനാവസ്ഥയിലായിരുന്നു. അപ്പോൾ പേപ്പർ വലിക്കുന്നത് നിർത്തുമ്പോൾ എന്ത് ചെയ്യും? ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കും. താഴ്ഭാഗമോ നിശ്ചലാവസ്ഥയിലെത്തുകയും ചെയ്യും. അതിന് കാരണം ആരാണ്? കർഷണ ബലമാണ്. അപ്പോൾ ഇവിടെയും നമ്മളൊരു മിനുസം ഉള്ള പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബോട്ടിൽ മൊത്തമായി ചലനം തുടരുന്നത് കാണാം. അപ്പോൾ മേൽപ്പറഞ്ഞ ആ ചലനാവസ്ഥ തന്നെ തുടരാനുള്ള പ്രവണതയെ നമുക്ക് ചലനജഡത്വം എന്ന് പറയാം. എന്താണ് ഈ പ്രവണതയെ നമ്മൾ ചലനജഡത്വം എന്ന് പറയുന്നു? അപ്പോൾ എന്താണ് ചലനജഡത്വം? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനുള്ള കഴിവില്ലായ്മയെ ചലനജഡത്വം എന്ന് പറയുന്നു. അപ്പോൾ ഈ നിശ്ചല ജഡത്വത്തെയും ചലനജഡത്വത്തെയും നമുക്ക് പൊതുവായി എന്തെന്ന് പറയാം? ജഡത്വം എന്ന് പറയാം. എന്താണ്? നിശ്ചല ജഡത്വത്തെയും ചലനജഡത്വത്തെയും നമുക്ക് പൊതുവായി ജഡത്വം എന്ന് പറയാം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നു. എന്താണ്? ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം. ഇനി നമുക്ക് 2-3 സന്ദർഭങ്ങൾ നോക്കാം. ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗം കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടത്തിന് ഇടയാക്കുന്നു. അതിന് കാരണം എന്താണ്? ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് ചലനജഡത്വവും മാസും കൂടുതലായിരിക്കും. ഇനി ടാർ നിറച്ച ഒരു വീപ്പ ഉരുട്ടി നീക്കുന്നത് ഒഴിഞ്ഞ ടാർ വീപ്പ ഉരുട്ടി നീക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസകരമാണ്. കാരണം എന്താ? ഇവയിൽ ടാർ നിറച്ച വീപ്പയ്ക്ക് മാസും ജഡത്വവും കൂടുതലാണ്. ഇതിലൂടെ ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വവും കൂടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വവും കൂടുന്നു. ഇനി എന്താണ് ആക്കം? സമാന ആകൃതിയും വലുപ്പവുമുള്ള 2 ഐസ്ക്രീം ബോൾ എടുക്കുക. അതിൽ ഒരെണ്ണത്തിനകത്ത് നമ്മൾ മണൽ നിറയ്ക്കുക. ഇനി ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മണൽ നിറയ്ക്കുന്നു. ശേഷം ബോളുകൾ ഒരേ ഉയരത്തിൽ നിന്ന് മണലിലേക്ക് ഇടുമ്പോൾ മണലിൽ കുഴികൾ രൂപപ്പെടുന്നത് കാണാൻ സാധിക്കുന്നു. എന്താ നമ്മൾ ചെയ്തത്? ഒരേ ആകൃതിയിലുള്ള വലുപ്പവുമുള്ള 2 ഒഴിഞ്ഞ ഐസ്ക്രീം ബോളുകൾ എടുത്ത് അവയിൽ ഒന്നിൽ മണൽ നിറയ്ക്കുന്നു. ഒരു പരന്ന പാത്രത്തിൽ നനഞ്ഞ മണൽ നിറച്ച ശേഷം ഈ ബോൾ നമ്മൾ ഒരേ ഉയരത്തിൽ നിന്ന് ആ പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇടുമ്പോൾ എന്ത് പറ്റി? കുഴികളുണ്ടായി. തുല്യ വേഗത്തിലും ഉയരത്തിലും നമ്മൾ 2 ബോളുകളും ഇട്ടപ്പോഴും എന്താ സംഭവിച്ചത്? നനഞ്ഞ ബോൾ പതിച്ചെടുത്താണ് കുഴിക്ക് താഴ്ച ഉണ്ടായത്. അപ്പം ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതം കൂടുമെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയുണ്ടാക്കുന്ന ആഘാതവും വളരെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു സവിശേഷ ഗുണം അതാണ് ആക്കം എന്ന് പറയുന്നത്. എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സവിശേഷ ഗുണത്തെയാണ് നമ്മൾ ആക്കം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്കം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ്. ഈ ആക്കത്തെ നമ്മൾ അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമായാണ്. അതാണ് അവിടെ തന്നിരിക്കുന്നത്. ആക്കം ഒരു സദിശ അളവാണ്. ഇത് പ്രവേഗത്തിൻ്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത്. ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗമാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഇത്രയും പഠിച്ച ഭാഗങ്ങളിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും കഴിയുന്നില്ല. അസന്തുലിത ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ വസ്തുക്കൾക്ക് ചലനം സംഭവിക്കുകയോ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയോ ചെയ്യുന്നു. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം.
ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ ജഡത്വം എന്ന് പറയുന്നു. ഒരു വസ്തു അതിൻ്റെ ജഡത്വം എന്ന് പറയുന്നത് എന്താണ്? മാസിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷത ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ആക്കം കണ്ടെത്താനുള്ള സമവാക്യം മാസ് ഇൻറ്റു പ്രവേഗം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.